ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ജനനം കമ്പ്യൂട്ടറുകളെ മനുഷ്യനെ പോലെ പഠിക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തമാക്കുന്ന ഒരു വലിയ വിപ്ലവകരമായ ആശയത്തിൻ്റെ തുടക്കമായിരുന്നു. 1950കളിൽ ജോൺ മക്കാർത്തി എന്ന കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അന്നു മുതൽ AI വളർച്ച അതിവേഗത്തിലായിരുന്നു. ആദ്യകാല AI ഗവേഷണം പ്രധാനമായും യുക്തിയിലും നിയമങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യൻ്റെ ചിന്തയെ അനുകരിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ വിശ്വസിച്ചു. എന്നാൽ ഈ സമീപനത്തിന് പരിമിതികളുണ്ടായിരുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. 1980കളിലെ മെഷീൻ ലേണിംഗിൻ്റെ വരവോടുകൂടി AI ഒരു കുതിച്ചുചാട്ടം നടത്തി. ഡാറ്റയിൽ നിന്ന് പഠിക്കാനും പ്രവചനങ്ങൾ നടത്താനും കമ്പ്യൂട്ടറുകളെ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മെഷീൻ ലേണിംഗ്. ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയും അധികമായുള്ള ഡാറ്റയുടെ ലഭ്യതയും മെഷീൻ ലേണിംഗിൻ്റെ വളർച്ചയെ അതിവേഗത്തിലാക്കി. ഇന്ന് AI നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്മാർട്ട് ഫോണുകൾ, കാറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയിൽ AI കൂടുതൽ കാര്യങ്ങൾക്കായി പ്രാപ്തമാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ഒരു വലിയ സാങ്കേതിക മുന്നേറ്റം തന്നെയാണ്. ഇത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുകയും കൂടുതൽ ആവേശകരമായ അവസരങ്ങൾക്കായി വാതിൽ തുറക്കുകയും ചെയ്യും.